ചരിത്രം കുറിച്ച ആ കയ്യബദ്ധം. ഫുട്ബോൾ ലോകത്തെ പിടിച്ചുലച്ച മറഡോണയുടെ ദൈവത്തിന്റെ കൈ. വെറുമൊരു ഗോളായിരുന്നില്ല അത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള അർജന്റീനയുടെ രാഷ്ട്രീയ പ്രതികാരം കൂടിയായിരുന്നു. 1986 മെക്സിക്കോ ലോകകപ്പിൽ ഫുട്ബോൾ നിയമങ്ങളെയും റഫറിയുടെ കണ്ണുകളെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഡീഗോ മറഡോണ തന്റെ ഇടതുകൈ കൊണ്ട് ചരിത്രം കുറിച്ച ആ നിമിഷത്തിന്റെ കഥയാണിത്. 1986 മെക്സിക്കോ ലോകകപ്പിൽ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും നാടകീയവുമായ ഒന്നായിരുന്നു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഇന്നും ചർച്ച ചെയ്യുന്ന ദൈവത്തിന്റെ കൈയെന്ന വിഖ്യാത ഗോൾ പിറന്നത് ആ മത്സരത്തിലായിരുന്നു. മത്സരത്തിന് വെറുമൊരു ഫുട്ബോൾ പോരാട്ടത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടെയുണ്ടായിരുന്നു. 1982 അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ നടന്ന ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ ഫുട്ബോൾ മത്സരമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളുടെയും ആരാധകർക്കും കളിക്കാർക്കും ഇത് വെറുമൊരു കളിയായിരുന്നില്ല. ഇതൊരു യുദ്ധം ജയിക്കുന്നതിന് തുല്യമായിരുന്നു. മത്സരത്തിന്റെ ഒന്നാം പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനായില്ല. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി 6-ാം മിനിറ്റിൽ ആ ചരിത്ര സംഭവം നടന്നു. ഡീഗോ മറഡോണ ഇംഗ്ലണ്ട് ബോക്സിന് മുന്നിലേക്ക് പന്തുമായി കുതിച്ചു പാഞ്ഞു. സഹതാരം ജോർജ് വൽദാനോക്ക് പന്ത് പാസ് ചെയ്ത ശേഷം മറഡോണ പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക് ഓടിക്കയറി. എന്നാൽ ഡിഫൻഡറുടെ കാലിൽ തട്ടി പന്ത് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. പന്ത് പിടിച്ചെടുക്കാനായി ഇംഗ്ലണ്ടിന്റെ ഉയരക്കാരനായ ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടൺ മുന്നോട്ട് ആഞ്ഞു ചാടി. ഷിൽട്ടനേക്കാൾ 8 ഇഞ്ച് ഉയരം കുറവായിരുന്നു മറഡോണക്ക്. ഹെഡ് ചെയ്ത് ഗോൾ നേടാൻ മറഡോണക്ക് സാധിക്കില്ലെന്ന് ഉറപ്പായ നിമിഷം അദ്ദേഹം തന്റെ ഇടത് കൈ ഉയർത്തി തലക്ക് തൊട്ടുമുകളിലൂടെ പന്ത് തട്ടി ഗോൾ കീപ്പറെ മറികടന്ന് വലക്കുള്ളിലാക്കി. മറഡോണ കൈക്കൊണ്ടാണ് പന്ത് തട്ടിയതെന്ന് ഇംഗ്ലണ്ട് കളിക്കാർക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. അവർ ഹാൻഡ്ബോളിനായി റഫറിക്ക് നേരെ കൈകൾ ഉയർത്തി വാദിച്ചു. എന്നാൽ ടുണീഷ്യക്കാരനായ റഫറി അലി ബിൻ നാസർ ആ കാഴ്ച കൃത്യമായി കണ്ടിരുന്നില്ല. ലൈൻമാനും അത് ഹെഡിംഗ് ആണെന്ന് കരുതിയതോടെ റഫറി അത് ഗോളായി പ്രഖ്യാപിച്ചു. അർജന്റീന 1-0 മുന്നിലെത്തുന്നു. മത്സരശേഷം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ഈ ഗോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറഡോണ നൽകിയ മറുപടിയാണ് ഇതിനെ വിഖ്യാതമാക്കിയത്. അദ്ദേഹം പറഞ്ഞു, അതല്പം മറഡോണയുടെ തല കൊണ്ടും അല്പം ദൈവത്തിന്റെ കൈകൊണ്ടുമാണ് അത് നേടിയത്. അതിനുശേഷം ഫുട്ബോൾ ലോകം ഈ ഗോളിനെ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം താൻ കൈകൊണ്ട് തന്നെയാണ് ഗോൾ നേടിയതെന്ന് മറഡോണ പരസ്യമായി സമ്മതിക്കുകയുണ്ടായി. ഈ വിവാദ ഗോൾ കഴിഞ്ഞ് കൃത്യം 4 മിനിറ്റുകൾക്ക് ശേഷം, അതായത് മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ മറഡോണ മറ്റൊരു ഗോൾ കൂടെ നേടി. സ്വന്തം പകുതിയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ഇംഗ്ലണ്ടിന്റെ 5 പ്രതിരോധ നിരക്കാരെയും ഗോൾ കീപ്പറെയും ഒറ്റയ്ക്ക് വെട്ടിച്ചോടി കയറി നേടിയ ആ ഗോൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതെ, ഗോൾ ഓഫ് ദ സെഞ്ചുറി. ഒടുവിൽ 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന സെമി ഫൈനലിൽ കടക്കുകയും ആ വർഷം ലോകകപ്പ് കിരീടം ചൂടുകയും ചെയ്തു. ഒരു മത്സരത്തിൽ തന്നെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഗോളും ഏറ്റവും മികച്ച ഗോളും നേടി മറഡോണ എന്ന ഇതിഹാസം ആ ലോകകപ്പ് തന്റെ പേരിൽ കുറിക്കുകയായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിൽ വൻകരകൾ കടന്ന ഒരു മഹാവൈര്യമുണ്ടെങ്കിൽ അത് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ളതാണ്. വെറുമൊരു കളി എന്നതിലുപരി രാഷ്ട്രീയം, യുദ്ധം, പ്രതികാരം, മാന്ത്രിക കളിമികവ് എന്നിവയിലെല്ലാം ചേർന്നതാണ് ഈ ക്ലാസിക് പോരാട്ടം. ലോകകപ്പിന്റെ സെമി ഫൈനൽ വേദിയിൽ ബുധനാഴ്ച ഇരു ടീമുകളും വീണ്ടും മുഖാമുഖം നിൽക്കുമ്പോൾ ഫുട്ബോൾ ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. കളിത്തട്ടിലെ ഈ ചോരത്തിളപ്പിന്റെ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഫുട്ബോളിൽ ഇന്ന് നമ്മൾ കാണുന്ന മഞ്ഞ ചുവപ്പ് കാർഡുകളുടെ ജനനത്തിന് പിന്നിൽ പോലും ഒരു അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിന്റെ കഥയുണ്ട്. 1966 ലോകകപ്പ് ക്വാർട്ടറിൽ ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെതിരെ അർജന്റീന കളിക്കുന്നു. അന്ന് കളത്തിൽ കാർഡുകൾ കാണിക്കുന്ന രീതിയില്ല. റഫറിക്ക് നേരിട്ട് പുറത്താക്കാം. ഫൗളിന്റെ പേരിൽ അർജന്റീന നായകൻ അന്റോണിയോ റാറ്റിനെ റഫറി പുറത്താക്കി. എന്നാൽ കളം വിടാൻ റാറ്റിൻ കൂട്ടാക്കിയില്ല. അയാൾ റഫറിയോട് തർക്കിച്ചുകൊണ്ടേയിരുന്നു. കോർണർ ഫ്ലാഗ് തകർത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ എലിസബത്ത് രാജ്ഞിക്ക് വേണ്ടി വിരിച്ച രാജകീയ പരവതാനിയിൽ പ്രതിഷേധിച്ച് കുത്തിയിരുന്നു. പ്രകോപിതനായ ഇംഗ്ലീഷ് കാണികൾ റാറ്റിന് നേരെ കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. ഈ നാടകീയ രംഗങ്ങളാണ് കളിക്കാരെ നിയന്ത്രിക്കാൻ മഞ്ഞയും ചുവപ്പും കാർഡുകൾ വേണമെന്ന ചിന്തയിലേക്ക് ഫിഫയെ എത്തിച്ചത്. വർഷങ്ങൾക്ക് ശേഷം സ്വിറ്റ്സർലാൻഡിനെതിരെ കളിക്കാനിറങ്ങിയപ്പോൾ
ലയണൽ മെസ്സിയുടെ കയ്യിലെ കറുത്ത ആംബാൻഡിലുണ്ടായത് ഈ റാറ്റിൻ എന്ന 10-ാം നമ്പറിന്റെ ഓർമ്മയായിരുന്നു. കളിക്കളത്തിന് പുറത്ത് തെക്കൻ അറ്റ്ലാന്റിക്കിലെ ഫോക്ലാൻഡ് ദ്വീപിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത തർക്കമുണ്ടായിരുന്നു. ദ്വീപ് ഞങ്ങളുടേതാണെന്ന് അർജന്റീന വാദിച്ചപ്പോൾ ബ്രിട്ടീഷ് പടക്കപ്പലുകൾ കടൽ കടന്നെത്തി. 74 ദിവസം നീണ്ടുനിന്ന ആ രക്തരൂക്ഷിതമായ പോരാട്ടത്തിൽ അർജന്റീനക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി താച്ചറയുടെ തന്ത്രങ്ങൾ വിജയിച്ചപ്പോൾ അർജന്റീനക്കാരുടെ മനസ്സിൽ ആ തോൽവി വലിയൊരു മുറിവായി അവശേഷിച്ചു. ആ രാഷ്ട്രീയ പകയുടെ കനലുകൾ ഫുട്ബോൾ മൈതാനത്ത് നേർക്കുനേർ വന്നത് 1986 മെക്സിക്കോ സിറ്റി ലോകകപ്പ് ക്വാർട്ടറിലായിരുന്നു. അന്ന് അർജന്റീനയുടെ 10-ാം നമ്പർ കുപ്പായമിട്ട് ഡീഗോ അർമാൻഡോ മറഡോണ എന്ന ഇതിഹാസം അവതരിച്ചത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാന്ത്രികതയായിരുന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ഷിൽട്ടനെ വായുവിൽ മറികടന്ന് കൈകൊണ്ട് തട്ടിയിട്ട ഗോളിനെ ലോകം ദൈവത്തിൻ്റെ കൈയെന്ന് വിളിച്ചു. ഇംഗ്ലീഷുകാർ ആ ചതിക്കെതിരെ ഒച്ചവെച്ച് തീരും മുമ്പേ വെറും 4 മിനിറ്റിനുള്ളിൽ മറഡോണ അടുത്ത വിസ്മയം കാട്ടി. കാലം കടന്നുപോയപ്പോൾ ഈ വൈര്യത്തിൻ്റെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടായി. 1998 ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ മത്സരത്തിൽ അർജന്റീന ഷൂട്ടൌട്ടിൽ ജയിച്ചു കയറി. എന്നാൽ 2002 ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയ്ക്കെതിരെ പെനാൽറ്റിയിലൂടെ ഒരൊറ്റ ഗോൾ നേടി ബെക്കാം ആ ക്ഷീണവും തീർത്തു. അതിനുശേഷം 24 വർഷത്തിന് ശേഷമാണ് ലോകകപ്പിൽ വീണ്ടും ഒരു ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം വരുന്നത്. 2026 ലോകകപ്പിന്റെ സെമി ഫൈനൽ വേദിയിൽ ഈ രണ്ട് ശക്തികൾ വീണ്ടും മുഖാമുഖം നിൽക്കുമ്പോൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഇനി എന്തെല്ലാം നാടകീയ മുഹൂർത്തങ്ങളാണ് പിറക്കുകയെന്ന് കാത്തിരുന്ന് കാണാം. ഇന്ന് നടക്കാൻ പോകുന്ന സെമി ഫൈനലിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമ്പോൾ മത്സരം അത്യന്തം ആവേശമായിരിക്കാം. രണ്ട് ടീമുകളും ശക്തരാണ്. പക്ഷേ കളിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ചെറിയ മുൻതൂക്കം അർജന്റീനക്കാണ്. അർജന്റീനയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ മിഡ്ഫീൽഡ് നിയന്ത്രണവും ആക്രമണത്തിലെ കൃത്യതയുമാണ്. പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും. മറുവശത്ത് ഇംഗ്ലണ്ട് വേഗതയുള്ള വിങ് പ്ലേയും ശക്തമായ കൗണ്ടർ അറ്റാക്കും കൊണ്ട് അപകടകരമാണ്. ഇംഗ്ലണ്ട് പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുകയും അവസരം കിട്ടുമ്പോൾ വേഗത്തിൽ ആക്രമിക്കുകയും ചെയ്യും. എന്നാൽ അർജന്റീനയുടെ അനുഭവവും വലിയ മത്സരങ്ങളിൽ കാണിക്കുന്ന ശാന്തതയും നിർണായകമാകും. സത്യം പറഞ്ഞാൽ ഇത് വെറുമൊരു അർജന്റീന ഇംഗ്ലണ്ട് മത്സരമല്ല, രണ്ട് രാജ്യങ്ങളുടെ ഒരു യുദ്ധ പോരാട്ടമാണ്. പണ്ടെങ്ങോ അവസാനിച്ച ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടമാണ്. എന്നൊക്കെയോ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നടന്നോ അതിലൊക്കെ പല ഓർമ്മകളും ആരാധകർക്ക് ഈ രണ്ട് ടീമുകൾ സമ്മാനിച്ചിട്ടുണ്ട്. പല വിവാദങ്ങളും നടന്ന മത്സരമാണ് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. ഒരിക്കൽ കൂടി ആ മത്സരം നമ്മുടെ കൺമുമ്പിൽ വരികയാണ്. അതിനായി നമുക്ക് കാത്തിരിക്കാം.